2023 മെയ് 28 ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇന്ത്യൻ പാർലമെന്റ് എന്ന ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ് എന്ന് പറഞ്ഞു പഠിച്ച് നമ്മൾ കേൾക്കാൻ അന്ന് കണ്ടത് രാഷ്ട്രപതി പങ്കെടുക്കാത്ത ഒരു ഉദ്ഘാടന ചടങ്ങ്. ഈ വേളയിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ അധീനങ്ങളിൽ നിന്നുള്ള 30 പുരോഹിതന്മാരെ ലോകസഭ രാജ്യസഭ അംഗങ്ങളെ സാക്ഷിയായി ലോകസഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് തൊട്ടടുത്ത് ചെങ്കോൽ പ്രതിഷ്ഠിക്കും. എന്താണ് ചെങ്കോൽ? സ്വാതന്ത്ര്യലബ്ധിയുടെ 75ാം വാർഷികം വരെ അതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ചെങ്കോൽ എവിടെ നിന്നുള്ളത്? ചെങ്കോലിന്റെ ചരിത്രം എന്താണ്? ചെങ്കോൽ ഇന്ന് വാർത്തകൾ തിറഞ്ഞു നിൽക്കാൻ കാരണമെന്ന് ക്ലിയർ ഐഎസിന്റെ പുതിയ എക്സ്പ്ലെയിൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ചെങ്കോൽ? തമിഴ്നാട്ടിലെ ചോള രാജവംശത്തിലെ അധികാര മുദ്രയാണ് ചെങ്കോൽ. ചോള രാജവംശത്തിൽ മാത്രമല്ല, മൈസൂരിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അധികാര കൈമാറ്റങ്ങളിൽ ചെങ്കോൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ആധുനിക ഭാരത ചരിത്രത്തിൽ എന്താണ് ചെങ്കോലിന്റെ സ്ഥാനം? വർഷം 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കൈമാറ്റം പ്രതീകവൽക്കരിക്കണമെന്ന അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ചോദ്യത്തിന് നെഹ്റുവിനെ സഹായിച്ചത് ശ്രീ രാജഗോപാലാചാര്യ. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് രാജഗോപാലാചാര്യ. ആ ഉത്തരമായിരുന്നു ചെങ്കോൽ. ഇതിനായി ശ്രീ രാജഗോപാലാചാര്യ അന്ന് സമീപിച്ചത് തമിഴ്നാട് തഞ്ചാവൂരിനടുത്ത് 500 വർഷം പഴക്കമുള്ള ശൈവ മഠമായ തിരുവാടുതുറയാണ്. അന്നത്തെ മഠാധിപതി ചെങ്കോൽ നിർമ്മിക്കാനായി സമീപിച്ചത് ചെന്നൈയിലെ സ്വർണ്ണപ്പണിക്കാരനായ ഉമ്മടി ബംഗാലി ചെട്ടിയായിരുന്നു. മഠാധിപതിയുടെ ആവശ്യാനുസരണം ഉമ്മടി ബംഗാലി ചെട്ടി ചെങ്കോൽ നിർമ്മിക്കും. 1947 ഓഗസ്റ്റ് 14 പ്രത്യേക വിമാനത്തിൽ ഉപമഠാധിപതി കുമാരസ്വാമിയും നാദസ്വര വിദ്വാനും ഗായകനുമൊപ്പമായി ഒരു സംഘം ഡൽഹിയിൽ പറന്നിറങ്ങി. ഈ സംഘം നേരെ ചെല്ലുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ അടുത്തേക്കാണ്. അധികാര മുദ്രയായ ദളിത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന് കൈമാറിയ ഉടൻ തന്നെ ഈ ചെങ്കോൽ തിരിച്ചു വാങ്ങുകയും പുണ്യ നദികളിലെ ജലത്താൽ ഇത് കഴുകുകയും ചെയ്തു. ഇങ്ങനെ കഴുകിയ ചെങ്കോൽ ഘോഷയാത്രയായി നെഹ്റുവിന്റെ അടുത്തെത്തി നെഹ്റുവിന് കൈമാറിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. എന്നാൽ നെഹ്റു ഇത് തന്റെ ജന്മവീടായ അലഹാബാദിലെ ആനന്ദ് ഭവനിൽ തന്നെ സൂക്ഷിച്ചു. അതായത് ഇതിനെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നില്ലെന്ന് സ്വാതന്ത്ര്യം ലഭിച്ച 75ാം വാർഷികം പുതിയ പാർലമെന്റ് മന്ദിരം പണി കഴിപ്പിച്ചപ്പോൾ അലഹബാദിലെ ആ വീട്ടിൽ നിന്ന് ആനന്ദ് ഭവനിൽ നിന്ന് ചെങ്കോൽ ദൂരങ്ങൾ താണ്ടി പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലേക്ക് എത്തി. ലോകത്ത് ജനാധിപത്യത്തിന്റെ സർവ്വ സൗന്ദര്യവും പേര് നിൽക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഒരു രാജാധികാര പുത്രാനെ സ്ഥാനം പിടിക്കുന്നു. എന്താണ് ചെങ്കോലിന്റെ സ്ഥാനം? ഒരു വർഷത്തിനിപ്പുറം വീണ്ടും ചെങ്കോൽ വാർത്തകൾ ഇടനേടുകയാണ്. 18ാം ലോകസഭയുടെ ആദ്യത്തെ നയപ്രഖ്യാപന ചടങ്ങിനെത്തിയ ശ്രീ ദ്രൗപദി മുർമുവിന് മുന്നിലായി ഒരാൾ ചെങ്കോൽ വഹിച്ചു പോകുന്നത് കാണാം. സമാജ്വാദി MP ആയിട്ടുള്ള ശ്രീ RK ചൗധരി ആവശ്യപ്പെട്ടത് ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും ഈ ചെങ്കോൽ നീക്കണം, പകരം ഇന്ത്യൻ ഭരണഘടനയാണ് വയ്ക്കേണ്ടതാണ്. ചെങ്കോൽ കൈനീന്തിയ രാജാക്കന്മാർ അന്തപുരങ്ങളിൽ അടിമയാക്കിയ ധാരാളം സ്ത്രീകളുണ്ട്. അത്തരത്തിൽ ഈ ചെങ്കോൽ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചത് വഴി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് എന്ത് സന്ദേശമാണ് സർക്കാർ കൊടുക്കുന്നത് എന്നാണ് തമിഴ്നാട്ടിലെ MP ആയ സു വെങ്കിടേശ്വരൻ ചോദിച്ചത്. இந்த செங்கோலை கையிலே வைத்திருந்த ஒவ்வொரு மன்னனும் தனது அந்தப்புறத்தில் எத்தனை 100 பெண்களை அடிமையாக வைத்திருந்தான் என்று. இந்த செங்கோலை கொண்டு வந்து இந்த இடத்திலே வைத்ததன் மூலம் இந்த நாட்டு பெண்களுக்கு நீங்கள் என்ன சொல்ல விரும்புகிறீர்கள்? രാജവാഴ്ചയും സിംഹാസനങ്ങളും കിരീടങ്ങളും ചെങ്കോലുകളും തകർത്തെറിഞ്ഞാണ് അതിനു മുന്നിൽ നമ്മൾ ഇന്ത്യക്കാർ ജനാധിപത്യം പണിതുയർത്തിയത്. ഭരണഘടനയെ തൊട്ടാൽ കൊള്ളുമെന്ന ഉദ്യമ ബോധ്യത്തിലാവണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തവണ ഭരണഘടനയെ വണങ്ങി അധികാരത്തിലേറി. ഭരണഘടനയാണോ ഇന്ത്യൻ പാർലമെന്റാണോ വലുത് എന്ന ചോദ്യം ഒത്തിരി തവണ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു രാജാധികാരത്തിന്റെ മുദ്രയെ ചെങ്കോൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ചോദ്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് നമ്മൾ ഇന്ത്യക്കാരാണ്, വോട്ടർമാരാണ്, നികുതിദായകരാണ്.